ഇനി തൃശ്ശൂരിലേക്ക് പോയാൽ അതിശക്തമായ മത്സരം നടക്കുമെങ്കിലും മണലൂരിൽ ഇത്തവണയും LDF തന്നെ വിജയിക്കുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. സർക്കാർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെയും മുന്നണിയുടെ ഉറച്ച സംഘടനാ അടിത്തറയുമാണ് LDFന്റെ കരുത്ത്. പ്രചാരണത്തിന്റെ ഓരോ ദിവസം പിന്നിടുമ്പോഴും മികച്ച ആത്മവിശ്വാസമാണ് ലഭിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മണലൂരിൽ LDF നടപ്പാക്കിയ വികസനം, നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മിന്നും വിജയങ്ങൾ, മണ്ഡലത്തിലെ ഉറച്ച സംഘടനാ അടിത്തറ. എത്ര കടുത്ത പോരാട്ടം നടന്നാലും വിജയമുറപ്പെന്ന് പറയുകയാണ് മണലൂരിലെ LDF പ്രവർത്തകർ. മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു കാപട്യമോ ഒന്നുമില്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ മണലൂരിന് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് രാഷ്ട്രീയത്തിൽ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിച്ച് വരണം എന്ന് തന്നെയാണ് ഒരു യുവാവെന്നതിൽ എൻ്റെ ആഗ്രഹം. സോ നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങൾ മാഷെ കാണുന്നത്. മാഷ ഒരു നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്തായാലും മാഷനെ ജയിക്കുകയുള്ളൂ. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ലോക നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ സ്കൂളുകളെ എത്തിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിന്ന് എല്ലാ ജനങ്ങളും ഇവിടെ മത്സരിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കഴിവുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഈ രണ്ടുപേരെ അപേക്ഷിച്ചിട്ട് മാഷ് തന്നെയാണ് ജയിച്ചു വരിക, മാഷ് തന്നെയാണ് ജയിച്ചു പറയേണ്ടതും. CPIMന്റെ ജനകീയ മുഖമെന്ന നിലയിലും മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും തൃശൂരിലുടനീളം സുപരിചിതനാണ് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കരുത്തനായ സ്ഥാനാർത്ഥിയെ ലഭിച്ചതു മുതൽ മണ്ഡലത്തിൽ ശക്തമായ പ്രവർത്തനം നടത്താൻ മുന്നണി നേതൃത്വത്തിനും കഴിഞ്ഞു. മണലൂരിലുടനീളം നടന്ന പ്രചാരണത്തിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച മികച്ച സ്വീകാര്യതയും കൂടി അനുകൂല ഘടകമാകുമ്പോൾ വിജയത്തിനപ്പുറം മറ്റൊന്നും ഇടതുമുന്നണി മുന്നിൽ കാണുന്നില്ല. വളരെ ആത്മവിശ്വാസം. ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. കാരണം ജനങ്ങളുടെ ഒരു പ്രതികരണം, നമ്മളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം, അതിൽ നിന്നും കിട്ടുന്ന ഒരു ഊർജം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള നല്ല സൂചനകളാണ്. ഗുരുവായൂർ നഗരസഭയിലെ ചില ഡിവിഷനുകൾക്കൊപ്പം മണലൂർ, ചൂണ്ടൽ, കണ്ടാണിശ്ശേരി, എളവള്ളി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വൻ വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നേടിയത്. പാവറട്ടി, വെങ്കിടങ്ങ് പഞ്ചായത്തുകളിൽ മാത്രം UDF വിജയിച്ചപ്പോൾ അരിമ്പൂർ പഞ്ചായത്തിൽ ടോസിലൂടെ മാത്രമാണ് അവർക്ക് ഭരണം ലഭിച്ചത്. വോട്ട് നില ആകെ പരിശോധിച്ചാൽ 8631 വോട്ടുകളുടെ ലീഡ് മണ്ഡലത്തിൽ നേടാനായതും മണലൂരിൽ LDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണ്. ഇതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് TN പ്രതാപനെയും BJP നേതാവ് KK അനീഷ് കുമാറിനെയും മറികടന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഇടതുമുന്നണി പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നതും. ന്യൂസ് മലയാളം, തൃശൂർ.